ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് മുന്നേറ്റം. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ യുഡിഎഫ് മുന്നിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻഡിഎയ്ക്ക് ആധിപത്യം. എൽഡിഎഫിന് മേൽക്കൈ നേടാനായത് കോഴിക്കോട് മാത്രം. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും യുഡിഎഫിന് വ്യക്തമായ മേൽക്കൈ. ലക്ഷദ്വീപ് ഭരണകൂടവുമായി സഹകരിച്ച് ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമം ബംഗാരം ദ്വീപിൽ ഇന്ന് നടക്കും. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് മുന്നേറ്റം. 6 കോർപ്പറേഷനുകളിൽ 4 യുഡിഎഫും 1 എൽഡിഎഫും 1 എൻഡിഎയും മുന്നേറുന്നു. തിരഞ്ഞെടുപ്പ് നടന്ന 86 മുനിസിപ്പാലിറ്റികളിൽ 55 യുഡിഎഫും 28 എൽഡിഎഫും 2 എൻഡിഎയുമാണ് ലീഡ് ചെയ്യുന്നത്. സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 8 യുഡിഎഫും 6 എൽഡിഎഫും മുന്നിലാണ്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 82 യുഡിഎഫും 64 എൽഡിഎഫുമാണ് മുന്നേറുന്നത്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 473 യുഡിഎഫും 366 എൽഡിഎഫും 26 എൻഡിഎയും ലീഡ് ചെയ്യുന്നു. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിലാണ് യുഡിഎഫ് മുന്നേറുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻഡിഎയാണ് മുന്നിൽ. കോഴിക്കോട് മാത്രമാണ് എൽഡിഎഫിന് മുന്നേറ്റം. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ 101 വാർഡുകളിൽ എൻഡിഎ 50 വാർഡുകളിലും എൽഡിഎഫ് 26 വാർഡുകളിലും യുഡിഎഫ് 19 മുന്നിലാണ്. കൊല്ലം കോർപ്പറേഷനിലെ 56 വാർഡുകളിൽ യുഡിഎഫ് 18 എൽഡിഎഫ് 13 എൻഡിഎ 10 വാർഡുകളിലും മുന്നിലാണ്. കൊച്ചി കോർപ്പറേഷനിലെ 76 വാർഡുകളിൽ യുഡിഎഫ് 46 എൽഡിഎഫ് 20 വാർഡുകളിലും എൻഡിഎ 6 ലീഡ് ചെയ്യുന്നു. തൃശൂർ കോർപ്പറേഷനിലെ 56 വാർഡുകളിൽ യുഡിഎഫ് 33 എൽഡിഎഫ് 11 എൻഡിഎ 8 വാർഡുകളിലും മുന്നിലാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ 76 വാർഡുകളിൽ എൽഡിഎഫ് 27 വാർഡുകളിലും യുഡിഎഫ് 26 എൻഡിഎ 14 ലീഡ് ചെയ്യുന്നു. കണ്ണൂർ കോർപ്പറേഷനിലെ ആകെയുള്ള 56 വാർഡുകളിൽ യുഡിഎഫ് 36 എൽഡിഎഫ് 15 എൻഡിഎ 4 വാർഡുകളിലും ലീഡ് ചെയ്യുന്നു. കൊല്ലം ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികളിൽ എല്ലായിടത്തും എൽഡിഎഫ് ലീഡ് ചെയ്യുമ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ യുഡിഎഫിനാണ് മുന്നേറ്റം. കോർപ്പറേഷൻ രൂപീകൃതമായപ്പോൾ മുതൽ കഴിഞ്ഞ 25 വർഷക്കാലം ഭരണം എൽഡിഎഫിനായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫിനാണ് മേൽക്കൈ. ജില്ലയിലെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ തത്സമയം ചേരുന്നു. നീരജ്, ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോർപ്പറേഷനിലെയും പഞ്ചായത്ത് തലത്തിലെയും വിധിയെഴുത്ത് നിലവിൽ ആർക്ക് അനുകൂലമാണ്? സോഫിയ പറഞ്ഞതുപോലെ കൊല്ലം കോർപ്പറേഷനിൽ 44 ഡിവിഷനുകളുടെ ഫലം ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. യുഡിഎഫ് 19 സീറ്റിലും എൽഡിഎഫ് 14 എൻഡിഎ 10 വിജയിച്ചിരിക്കുന്നു. SDPI 1 സീറ്റിലും വിജയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 25 വർഷമായി എൽഡിഎഫിന്റെ ഒരു കോട്ടയായിരുന്നു കൊല്ലം കോർപ്പറേഷൻ. ഇത്തവണ ഈ നിലവിലെ അവസ്ഥയിൽ ഭരണം ആർക്കുന്നത് പ്രവചനാതീതമാണ്. എങ്കിൽ തന്നെയും എൽഡിഎഫിനുണ്ടായ നഷ്ടം യുഡിഎഫിനും എൻഡിഎക്കും നേട്ടമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻഡിഎക്ക് കഴിഞ്ഞ തവണ 6 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 അക്കം തികച്ച് 10 അവർ വിജയിച്ചിട്ടുണ്ട്. സവറ ബ്ലോക്കിൽ 9 യുഡിഎഫ് ലീഡ് ചെയ്യുന്നു, 5 എൽഡിഎഫ് ലീഡ് ചെയ്യുകയാണ്. ചുറ്റുമല ബ്ലോക്കിൽ 7 എൽഡിഎഫും 3 യുഡിഎഫും ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കൊല്ലം കോർപ്പറേഷനിൽ യുഡിഎഫ് ആണ് മുന്നേറുന്നത്. മറ്റ് പഞ്ചായത്തുകളിലൊക്കെ തന്നെ എൽഡിഎഫിനും അതുപോലെ തന്നെ നഗരസഭകളിലും എൽഡിഎഫ് തന്നെയാണ് മുന്നിലുള്ളത്. സോഫിയ. നന്ദി നീരജ്. തിരുവനന്തപുരത്തെ 4 നഗരസഭകളിൽ 4 എൽഡിഎഫ് ആണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിലും എൽഡിഎഫിനാണ് മുന്നേറ്റം. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 6 എൽഡിഎഫും 4 യുഡിഎഫും ലീഡ് ചെയ്യുന്നു. 73 ഗ്രാമപഞ്ചായത്തുകളിൽ എൽഡിഎഫിനാണ് മുന്നേറ്റം. പത്തനംതിട്ടയിലെ 4 നഗരസഭകളിൽ 4 യുഡിഎഫ് ആണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിലും യുഡിഎഫിനാണ് മുന്നേറ്റം. 8 ബ്ലോക്ക് പഞ്ചായത്തിലും എല്ലായിടത്തും യുഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത്. 53 ഗ്രാമപഞ്ചായത്തുകളിലും മേൽക്കോയ്മ പുലർത്തി യുഡിഎഫ് ജില്ലയിൽ സമഗ്ര ആധിപത്യം തുടരുകയാണ്. ആലപ്പുഴയിലെ 6 നഗരസഭകളിൽ 5 യുഡിഎഫ് ആണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫിനാണ് മുന്നേറ്റം. 12 ബ്ലോക്ക് പഞ്ചായത്തിലും 7 എൽഡിഎഫും 3 യുഡിഎഫുമാണ് ലീഡ് ചെയ്യുന്നത്. 72 ഗ്രാമപഞ്ചായത്തുകളിൽ എൽഡിഎഫിനാണ് മേൽക്കൈ. കോട്ടയത്തെ 6 നഗരസഭകളിൽ 4 യുഡിഎഫ് ആണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിലും യുഡിഎഫിനാണ് മുന്നേറ്റം. 11 ബ്ലോക്ക് പഞ്ചായത്തിലും 9 യുഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത്. 71 ഗ്രാമപഞ്ചായത്തുകളിൽ യുഡിഎഫിനാണ് മേൽക്കൈ.
ഇടുക്കിയിലെ 2 നഗരസഭകളിൽ 2 UDF ആണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിലും UDFനാണ് മുന്നേറ്റം. 8 ബ്ലോക്ക് പഞ്ചായത്തിലും 7 UDF ആണ് ലീഡ് ചെയ്യുന്നത്. 52 ഗ്രാമപഞ്ചായത്തുകളിൽ UDFനാണ് മേൽക്കൈ. എറണാകുളത്തെ 13 നഗരസഭകളിൽ 12 UDF ആണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിലും UDFനാണ് മുന്നേറ്റം. 14 ബ്ലോക്ക് പഞ്ചായത്തിലും 12 UDF ആണ് ലീഡ് ചെയ്യുന്നത്. 82 ഗ്രാമപഞ്ചായത്തുകളിൽ UDFനാണ് മേൽക്കൈ. തൃശൂരിലെ 7 നഗരസഭകളിൽ 5 LDF ആണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിലും LDFനാണ് മുന്നേറ്റം. 16 ബ്ലോക്ക് പഞ്ചായത്തിലും 11 LDF ആണ് ലീഡ് ചെയ്യുന്നത്. 86 ഗ്രാമപഞ്ചായത്തുകളിൽ LDFനാണ് മേൽക്കൈ. പാലക്കാട് 7 നഗരസഭകളിൽ 4 UDFും 2 LDFും 1 NDAയുമാണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിൽ LDFനാണ് മുന്നേറ്റം. 13 ബ്ലോക്ക് പഞ്ചായത്തിലും 10 LDF ആണ് ലീഡ് ചെയ്യുന്നത്. 88 ഗ്രാമപഞ്ചായത്തുകളിൽ LDFനാണ് മേൽക്കൈ. മലപ്പുറത്തെ 12 നഗരസഭകളിൽ 11 UDF ആണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും മേൽക്കൈ നേടി UDF ജില്ലയിൽ സമഗ്രാധിപത്യം പുലർത്തുകയാണ്. കോഴിക്കോട് 7 നഗരസഭകളിൽ 4 UDFും 3 LDFുമാണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിൽ LDFനാണ് മുന്നേറ്റം. 12 ബ്ലോക്ക് പഞ്ചായത്തിലും 7 LDFും 4 UDFുമാണ് ലീഡ് ചെയ്യുന്നത്. 70 ഗ്രാമപഞ്ചായത്തുകളിൽ LDFനും UDFും ഏതാണ്ട് ഒരേ നിലയിലാണ് മേധാവിത്വം പുലർത്തുന്നത്. വയനാട്ടിലെ 3 നഗരസഭകളിൽ 2 UDFും 1 LDFുമാണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിൽ UDFനാണ് മുന്നേറ്റം. 4 ബ്ലോക്ക് പഞ്ചായത്തിലും 4 UDFാണ് ലീഡ് ചെയ്യുന്നത്. 23 ഗ്രാമപഞ്ചായത്തുകളിൽ UDFനാണ് മേൽക്കൈ. കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് നടന്ന 8 നഗരസഭകളിൽ 5 LDFും 3 UDFുമാണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിൽ LDFനാണ് മുന്നേറ്റം. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 8 LDFാണ് ലീഡ് ചെയ്യുന്നത്. 71 ഗ്രാമപഞ്ചായത്തുകളിൽ LDFനാണ് മേൽക്കൈ. കാസർഗോഡ് 3 നഗരസഭകളിൽ 2 LDFും 1 UDFുമാണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിൽ UDFനാണ് മുന്നേറ്റം. 6 ബ്ലോക്ക് പഞ്ചായത്തിൽ 4 LDFാണ് ലീഡ് ചെയ്യുന്നത്. 38 ഗ്രാമപഞ്ചായത്തുകളിൽ 15 LDFും 11 UDFും 4 NDAയുമാണ് മുന്നിൽ. മലപ്പുറം ജില്ലയിലെ 12 മുനിസിപ്പാലിറ്റികളിൽ 11 UDF ലീഡ് ചെയ്യുകയാണ്. ജില്ലാ പഞ്ചായത്തിലും UDF ആധിപത്യം ഉറപ്പിച്ചാണ് മുന്നോട്ടു പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, മലപ്പുറത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നഗരസഭകളിലെയും പഞ്ചായത്തിലെയും തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ വിലയിരുത്താം? സോഫിയ, സംസ്ഥാനത്ത് ഉടനീളം മിക്ക ജില്ലകളിലും UDF മേൽക്കൈ നേടിയപ്പോൾ മലപ്പുറത്ത് അതൊരു UDFന്റെ തരംഗമായി, മഹാതരംഗമായി മാറിയിരിക്കുകയാണ്. മിക്ക മുനിസിപ്പാലിറ്റികളിലും UDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. 12 മുനിസിപ്പാലിറ്റികളിൽ സോഫിയ പറഞ്ഞ പോലെ 11 UDF ഭരണം ഉറപ്പാക്കിയിരിക്കുന്നു. പൊന്നാനിയിൽ മാത്രമാണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 15 മലപ്പുറം ജില്ലയിലുള്ളത്. ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 ഒഴിച്ച് 13 UDF ഏറെക്കുറെ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റ് 2 സ്ഥലങ്ങളിൽ ഇപ്പോൾ UDF പിന്നിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ മാത്രമേ അതിൽ യഥാർത്ഥ സ്ഥിതി പറയാൻ കഴിയുള്ളൂ. അവിടെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ്. അതുപോലെ തന്നെ മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകൾ, സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള മലപ്പുറം ജില്ലയാണ്. ഇവിടെയുള്ള 94 ഗ്രാമപഞ്ചായത്തുകൾ ഏതാണ്ട്. നന്ദി സുരേഷ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലക്ഷദ്വീപ് ഭരണകൂടവുമായി സഹകരിച്ച് ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമം ഇന്ന് ബംഗാരം ദ്വീപിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ രാജീവ് രഞ്ജൻ സിംഗ്, SP സിംഗ് ബാഗേൽ, ജോർജ് കുര്യൻ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ അടക്കം നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന സാധ്യതകൾ, ദ്വീപ് വികസനം എന്നിവയ്ക്കുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് നിക്ഷേപക സംഗമം. പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്കും വീരമൃത്യു വരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2001 ഡിസംബർ 13 പാർലമെന്റ് ഭീകരാക്രമണം നടന്നത്. രക്തസാക്ഷിത്വം വരിച്ചവരുടെ ധീരതയെയും ത്യാഗത്തെയും രാജ്യം എക്കാലവും സ്മരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പാർലമെന്റ് മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDFന് മുന്നേറ്റം. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ UDF മുന്നിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയ്ക്ക് ആധിപത്യം. LDFന് മേൽക്കൈ നേടാനായത് കോഴിക്കോട് മാത്രം. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും UDFന് വ്യക്തമായ മേൽക്കൈ. ലക്ഷദ്വീപ് ഭരണകൂടവുമായി സഹകരിച്ച് ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമം ബംഗാരം ദ്വീപിൽ ഇന്ന് നടക്കും. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ ഇനി 2:30.